യുകെയിലെ ആരോഗ്യ മേഖലയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിന്ന് സംസാരിക്കുന്നത് UK ചാൻസലറായിട്ടുള്ള റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ച സ്പെൻഡിംഗ് റിവ്യൂവിനെ കുറിച്ചാണ്. ഈ ഒരു സ്പെൻഡിംഗ് റിവ്യൂവിൽ NHSന് റെക്കോർഡായിട്ടുള്ള ഒരു ഫണ്ടിംഗ് ആണ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. എന്തൊക്കെയാണ് ഈ ഒരു ഫണ്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്നതൊക്കെ വളരെ കൗതുകരമായിട്ടുള്ള ഡൗട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് എന്താണ് സ്പെൻഡിംഗ് റിവ്യൂ എന്ന് പറയുന്നത്? സ്പെൻഡിംഗ് റിവ്യൂ എന്ന ഒരു ബഡ്ജറ്റ് അല്ല. ബഡ്ജറ്റ് സ്പെൻഡിംഗ് റിവ്യൂ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. UK ഗവൺമെന്റ് അടുത്ത ഏതാനും വർഷങ്ങളിലോട്ട് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് ഫണ്ടിംഗ് സ്പെൻഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവലോകനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഈ സ്പെൻഡിംഗ് റിവ്യൂ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു വലിയൊരു സാമ്പത്തിക അവലോകനം. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ആണല്ലോ ബഡ്ജറ്റിംഗ് നടക്കുക. ഇത് സാധാരണയായിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമല്ല. 2 or 4 വർഷങ്ങൾ കൂടുന്നതനുസരിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ഈ സ്പെൻഡിംഗ് റിവ്യൂ എന്ന് പറയുന്നത്.